VS ഇന്നലെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ? അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് വിലമതിക്കാനാവാത്ത ഒരാളാണ്. ഇപ്പോൾ സാധാരണ എല്ലാ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ സിനിമ നടന്മാരോ ഒക്കെ മത്സരിക്കുമ്പോൾ കാലത്തിന് നികത്താനാകാത്ത വിടവ് എന്നൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സംശയവുമില്ലാതെ ഒരു വരി പോലും ഒരു വാക്ക് പോലും ഒരു അക്ഷരം പോലും തെറ്റാതെ ഞാൻ പറയും, ഇത് കാലത്തിന് നികത്താനാവാത്തൊരു വിടവാണ്. യഥാർത്ഥത്തിൽ ഷിബിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ യഥാർത്ഥ കേരളത്തിൽ VS ലൈവായിട്ടുണ്ടായിരുന്നുവെങ്കിൽ എത്ര എത്ര നന്മകൾ ഇവിടെ സംഭവിക്കുമായിരുന്നു, എത്ര തിന്മകൾക്കെതിരെയുള്ള വലിയ പോരാട്ടം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതിൽ ഏറ്റവും അടിസ്ഥാനം ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയുണ്ട്. ആ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും സംഘടിത ശക്തികളായി പല കാര്യങ്ങളും നേടുന്നു എന്നുള്ളത് VS കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ വെള്ളാപ്പള്ളി നടേശനൊക്കെ ധൈര്യം കിട്ടിയത് യഥാർത്ഥത്തിൽ VS ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം VS ഉണ്ടായിരുന്നുവെങ്കിൽ, VS ലൈവായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനെയും പോലെ താൽക്കാലികമായിട്ടുള്ള വോട്ട് ബാങ്കുകളോ താൽക്കാലികമായിട്ടുള്ള ഭരണമോ ഒന്നും നോക്കാതെ VS ആഞ്ഞടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ VS ആണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. മനസ്സിലായോ? ഇപ്പം ഈഴവരായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും SNDP യോഗത്തിലുള്ളവർ പോലും VS-നൊപ്പം നിൽക്കുമായിരുന്നു. കാരണം എന്താ? ഇപ്പൊ പിണറായി പറയുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുമ്പോൾ അവർക്ക് ചില ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായി കാണും. പക്ഷെ VS അങ്ങനെയുള്ള ഒരാളല്ല. VS ശരിയുടെ ഭാഗത്ത് എക്കാലവും നിലയുറപ്പിച്ച ഒരാളാണ്, സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്, തിന്മകൾക്കെതിരെ ഒരു പോരാടിയിട്ടുള്ള ഒരാളാണ്, വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ ഈ പറയുന്ന പോലെ ഇഴയടപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അല്ലാതെ വാക്കൊന്ന് പ്രവൃത്തി വേറുന്നു എന്നുള്ള ലെവലിലല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പൊ PC ജോർജ് മുതൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയാൻ ഒരുപക്ഷെ കേരളത്തിൽ ധൈര്യമുണ്ടായത് VS ഇല്ലാതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ VS അസുഖബാധിതനായി കിടന്നതുകൊണ്ടാണ്. VS ലൈവായി നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഇത്തരത്തിൽ പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവില്ല. കാരണം VS അതിനെതിരെ അങ്ങേയറ്റത്തെ ആക്രമണം നടത്തുമായിരുന്നു. ആ നടത്തിയിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ജനപിന്തുണയേക്കാൾ 10 മടങ്ങ് ജനപിന്തുണ VS-ന് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊരു കാര്യം. അതുപോലെ തന്നെ ഞാൻ ഷിബിലിയോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ 4.5 കൊല്ലം പൂഴ്ത്തിവെക്കപ്പെടുമായിരുന്നോ VS ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടന്മാരും AMMA എന്ന് പറയുന്ന സംഘടനയും ഭരിക്കുന്നത് AMMA ആണോ അതോ പിണറായി വിജയനാണോ മോഹൻലാലാണോ പിണറായി വിജയനാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിബിലി അറിയേണ്ടത് അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം വരില്ല. കാരണം ഇപ്പൊ നമ്മളൊക്കെ പറയുമ്പോൾ അതിന് വലിയ റീച്ച് ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ അത്ര വലിയ ജനകീയ പ്രക്ഷോഭമായത് രൂപപ്പെടില്ല എന്നൊക്കെ ഉള്ളത് വിചാരിക്കാം. പക്ഷെ VS ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം കേരളീയ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അത് VS പറയുന്നു. VS എല്ലായ്പ്പോഴും ശരിയുടെ പക്ഷമായിരിക്കും എന്ന് വിചാരിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കാനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് ഗവൺമെന്റിന് തന്നെ നടപടി എടുക്കേണ്ടിയും വരുമായിരുന്നു, ഒരു സംശയമില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരാള് നമ്മുടെ കേരളത്തിന്റെ എല്ലാ നന്മകളുടെയും അല്ലെങ്കിൽ എല്ലാ തിന്മകൾക്കും ഈ പറയുന്ന പോലെ മാഫിയകൾക്കുമെതിരെയുള്ള ഒരു വൻമതിലായി രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഷിബിലി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഇത്രത്തോളം വരുന്ന ഇപ്പൊ വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവുകൾ, ഇപ്പൊ ഗോപൻ എന്ന് പറയുന്ന ഒരാൾ സമാധിയുമായി ആകുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് VS ഉണ്ടായിരുന്നുവെങ്കിൽ VS അതിന് എന്ത് പറയുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സാമാന്യ ജനസമൂഹത്തിന്റെ ചിന്തകളെ തന്നെ ഒറ്റടിക്ക് അങ്ങോട്ട് മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു. VS വളരെ ലൈവായിട്ട് നിൽക്കുമ്പോഴായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമുക്കെല്ലാം അറിയുന്ന ശശിധരൻ കർത്തയുടെ CMR-ലും അതുപോലെ തന്നെ വീണ വിജയനുമായിട്ടുള്ള കേസിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന മണ്ണ്, കടൽ, അതുപോലെ തന്നെ ഭൂമി, ജലം ഇവയൊക്കെ കൊള്ളയടിക്കുന്ന മാഫിയകൾക്കെതിരെയും പെൺവേട്ടക്കാർക്കെതിരെയും ഒക്കെ തന്നെ വലിയ ശക്തമായ നിലപാടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ആളുകളുടെ ഒരു ബോധമോ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമോ ഒക്കെ ഉയർത്താൻ പോകുന്ന വലിയൊരു ചാലക ശക്തിയായിരുന്നു VS എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒറ്റക്ക് അത്തരത്തിലൊരു നിലപാടെടുക്കുകയും ആ നിലപാടിനൊപ്പം മഹാഭൂരിപക്ഷം ആളുകൾ നിൽക്കുകയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മൂന്നാറിലെ ഇടിച്ചു നടത്തൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് പൂച്ചകളെ വിട്ടിട്ടുണ്ട്, അവർ എന്ത് ചെയ്തോളും, നന്നായി പണിയെടുത്തോളും എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു.
ഇതിലൊക്കെ വലിയ അത്ഭുതങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ലോട്ടറിയുടെ കേസിൽ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ തള്ളിക്കൊണ്ട് പോലും സുരേഷ് കുമാറൊക്കെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായി സുരേഷ് കുമാറിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് VS അച്യുതാനന്ദൻ. അപ്പൊ അത്തരത്തില് വലിയ തോതിൽ കേരളീയ സമൂഹത്തിലേക്ക് പടർന്നു വരുന്ന വർഗീയതകളുടെയും അല്ലെങ്കിൽ വിഭാഗീയ പ്രവണതകളുടെയും ഒക്കെ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും മണൽ ക്വാറി മാഫിയകളുടെയും കരിമണൽ ഖനനത്തിൻ്റെയും നിങ്ങൾ ഓർക്കണം, അതുപോലെ തന്നെ ഈ പറയുന്ന പെൺവേട്ടക്കാരുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ എടുത്തു വെച്ചാൽ VSന് അതൊക്കെ മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ റോള് പോലും VS കൈകാര്യം ചെയ്തിരുന്നേനെ. VS ഒരു വലിയ പ്രതിപക്ഷമായി മാറിയേനെ. അപ്പൊ അങ്ങനെ വലിയൊരു പ്രതിപക്ഷമായി ഇവൻ VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും VS പ്രതിപക്ഷത്തിന്റെ സ്വഭാവം കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം മന്ത്രിസഭയിൽ ഒരു മന്ത്രി പറയുന്നതിനെതിരെ പോലും VS പുറമെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തില് വലിയ തോതിലുള്ള ഒരു 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 കേരളീയ സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്താൻ വലിയ തോതിലുള്ള പ്രതിഷേധം ജ്വാലയായത് മാറാൻ, അല്ലെങ്കിൽ VS സമരത്തിന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അത് പിന്നോട്ട് പോകേണ്ട പല നിലപാടുകളും കൂടെ ഉണ്ടാകുമായിരുന്നു. VS ഇല്ലാതായതോടുകൂടി യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളില്ലാതായി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര വെപ്രാളം എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തറിയിക്കാതിരിക്കാൻ സജി ചെറിയാന് ചോദിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. VSനോട് അത് ചോദിക്കാൻ കഴിയില്ലായിരുന്നു സജി ചെറിയാൻ. VS നാളെ പത്രസമ്മേളനം നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് പറഞ്ഞാൽ എന്താണ് VS നിങ്ങൾക്ക് ഇത്ര വെപ്രാളം എന്ന് സജി ചെറിയാന് ചോദിക്കാൻ പറ്റുമായിരുന്നു. നീ ചോദിച്ചാൽ VSന്റെ മറുപടി കേട്ടിട്ട് കണ്ടം വഴി സജി ചെറിയാൻ ഓടേണ്ടി വരില്ലായിരുന്നു. TK ഹംസ പണ്ട് മറ്റേ VSനെതിരെ പറഞ്ഞിട്ടുണ്ട്. TK ഹംസ അന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ VSനെതിരെ പറഞ്ഞതിന് ശേഷം VSന്റെ തിരിച്ചടി ആക്രമണമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് VS പറഞ്ഞത്, ഞാൻ കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ ഗോവാല പോകാത്തെ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് ഈ TK ഹംസ എന്നാണ്. TK ഹംസ അന്ന് CPMന്റെ ആള് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ പൺവാണിപ്പ കേസിൽ നിലപാടെടുത്തതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിക്ക് നിയമസഭയിൽ വെച്ച് പോലും കൈ കൊടുക്കാൻ VS തയ്യാറായിരുന്നില്ല. ഇത് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ പുറമേ പറയും, ഒരു പല വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും പക്ഷെ പിന്നീട് അവർ പല സൽക്കാരങ്ങളിലുമൊക്കെ ഒരുമിച്ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാം. അല്ലെങ്കിൽ PV അൻവർക്ക് ഉയർത്തിയതുപോലെ ഇവരുടെ നേതാക്കന്മാരൊക്കെ തമ്മിൽ വലിയ നെക്സസ് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത്തരം നെക്സസുകളിലൊന്നും പെടാത്ത അത്തരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ തിരിച്ചുവിടാൻ കഴിയുന്ന ഒരാളായിരുന്നു VS എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത് VS അസുഖബാധിതനായി കിടന്നതിന് ശേഷം, അദ്ദേഹത്തിന് ഓർമ്മകളില്ലാതായതിനു ശേഷം യഥാർത്ഥത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയുടെ PC ജോർജിനെയൊക്കെ പ്രസ്ഥാനങ്ങളെ വരെ അപലപിക്കാൻ, കടുത്ത രീതിയിൽ ആക്രമിക്കാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഷിബ്ലി ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സമാനതകളില്ലാത്ത, ഈ കെട്ടകാലത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പ്രാമുഖ്യമാണ് VS എന്ന് പറയുന്ന ഒരു മനുഷ്യനുള്ളത്. അതുകൊണ്ട് VS എന്ന് പറയുന്നത് കാലത്തിന് നികത്താൻ പറ്റാത്തൊരു വിടവാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സർ, ഇനി VSനെ പോലുള്ള മറ്റൊരു നേതാവിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റൊരു നേതാവൊക്കെ ഉണ്ടാകുമായിരിക്കും ഷിബിലി. ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ഇനി ഒരു കാലത്ത് അതിനുവേണ്ടി നമ്മൾ എത്ര കാലം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു VSന്റെ ഒക്കെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് VS ഒരു 2 രൂപയുമായിട്ട് ആലപ്പുഴയിലേക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരൊറ്റ ഷർട്ടും ഒരൊറ്റ മുണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കുളത്തിലിറങ്ങി കുളിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി സൈഡിൽ വിരിച്ചിട്ടതിന് ശേഷം അത് ഉണങ്ങുന്നത് വരെ കുളത്തിൽ മുങ്ങിക്കിടന്ന് പിന്നീട് ഉണങ്ങിയതിന് ശേഷം എടുത്തുകൊടുത്താണ് വീണ്ടും ഈ പാർട്ടി പ്രവർത്തനത്തിന് പോയത് എന്ന് പറയുന്നത് മുതൽ 1964 പാർട്ടി പിളർന്നപ്പോൾ CPMമായി പിളർന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഏറ്റവും അവസാനത്തെ ഒരാളാണ്. അങ്ങനെ പാർട്ടി വളർത്തിയ ഒരാളാണ്. ബയണറ്റിൽ കാലിൽ കുത്തേറ്റ പാടിപ്പോഴും കിടക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ പുന്നപ്രവയലാർ സമരത്തിൽ നായകത്വം വഹിച്ചവരിൽ ഒരാളാണ്. പിന്നീട് ഒളിവിൽ പോയതാണ്. അദ്ദേഹത്തെ പിന്നീട് പൂഞ്ഞാറിൽ നിന്നൊക്കെയാണ് പിടികൂടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരാളാണ്. MN വിജയൻ മാഷ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് പരാജയങ്ങൾ ഭുജിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്.
മതികെട്ടാൻ മലയിലാണെങ്കിലും മൂന്നാറിലെ കയ്യേറ്റങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ജനതയ്ക്ക് മുമ്പിൽ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ സമരങ്ങൾ വിജയിച്ചുവെന്നും ആളുകളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ പാർട്ടിയൊക്കെ കൂച്ചുവലം കിട്ടിയിട്ടും അതൊന്നും തടയപ്പെട്ട് വലിയ തോതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവായി മാറി എന്നുള്ളതാണ്. മാരാരിക്കുളത്ത് അദ്ദേഹത്തെ തോറ്റിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും തുടർഭരണം കിട്ടാതിരുന്നത് CPM തോൽപ്പിച്ചിട്ടാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരാൾ, അത്തരം വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരകലവും ഇല്ലാതിരിക്കുന്ന ഒരാൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്നല്ലാതെ എന്തായാലും അടുത്തിടെയൊന്നും അടുത്ത ഒരു പതിറ്റാണ്ടിനിടക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പതിറ്റാണ്ട് ഒരു 2-3 പതിറ്റാണ്ടുകൾക്കിടക്കോ പോലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ശിവലി സാധ്യത കുറവാണ്. അതാണ് സത്യം.